പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ്റെ ഭാഗമായി ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് എറീനയിലേക്ക് എൻട്രി ചെയ്യുന്ന സോളസിക്കോവ, ജാക്കബ് ഫാറ്റു, ടാമ ടോങ്ക തുടങ്ങിയവരുടെ രംഗം കാണിക്കുന്നുണ്ട്. അവിടെ അപ്പോളോ ക്രൂസിനെയും സെക്യൂരിറ്റിയെയും ടാമ ടോങ്കയും ജാക്കബ് ഫാറ്റുവും ചേർന്ന് ആക്രമിക്കുന്നതായി കാണാൻ സാധിച്ചു. പിന്നീട് സ്മാക്ഡൗണിൻ്റെ കമൻറ്റേറ്ററായ മൈക്കിൾ കോള് മെൻസ് വാർ ഗെയിംസ് മത്സരം കഴിഞ്ഞതിന് ശേഷം 3 പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അതിൽ ഒന്ന് ബ്രോൺസൺ റീഡിൻ്റെ കാലിന് പറ്റിയ പരിക്കാണ് എന്നുള്ളതും, രണ്ടാമത്തേത് ജിമ്മി യൂസോയുടെ കാലിന് പറ്റിയ പരിക്കാണെന്നും, മൂന്നാമത്തേത് ബ്ലഡ് ലൈനിലെ മറ്റൊരു താരമായ ടോങ്ക ലോവയുടെ കൈക്ക് ഇഞ്ചുറി പറ്റിയതായിട്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരുടെ തിരിച്ചുവരവ് എന്ന് നടക്കുമെന്നുള്ളതും അതിനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റ് മൈക്കിൾ കോൾ പങ്കുവെക്കുന്നില്ല. അനിശ്ചിത കാലത്തേക്ക് ഇവർ മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് പരിക്കിനെ സംബന്ധിച്ച് മൈക്കിൾ കോൾ പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ്. പിന്നീട് നമുക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ച സെഗ്മെൻറ്റ് നിലവിലെ പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഷിൻസ്കെ നാക്കമോറയുടെ ഒരു ഗംഭീര എൻട്രൻസ് കാണിച്ച് ഷിൻസ്കെ നാക്കമോറ ആ റിങ്ങിലേക്ക് വരുന്നു. അപ്പോൾ തന്നെ LA Knight മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് റിങ്ങിലേക്ക് വരുന്നു. LA Knight ഒരു റീമാച്ചാണ് ഷിൻസ്കെ നാക്കമോറയോട് ചോദിക്കുന്നത്. ഇത്തവണ താൻ ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ നീ മിസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് LA Knight ആ കണ്ണാടയൊക്കെ ധരിച്ച് റിങ്ങിലേക്ക് കയറിയ ഉടനെ തന്നെ ആൻഡ്രാഡയും റിങ്ങിലേക്ക് വരുന്നുണ്ട്. ആൻഡ്രാഡയ്ക്കും ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം വേണം എന്നുള്ളതാണ് ആൻഡ്രാഡയെ ചോദിക്കുന്നത്. ആൻഡ്രാഡയെ റിങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആ റിങ്ങിൻ്റെ ഏപ്രോണിൽ കയറി നിൽക്കുന്ന സമയത്ത് തന്നെ ടാമ ടോങ്ക വന്ന് ആൻഡ്രാഡയെ ആക്രമിക്കുന്നു. തിരിഞ്ഞ LA Knightനെയും ജാക്കബ് ഫാറ്റു റിങ്ങിൽ വെച്ച് ആക്രമിക്കുന്നു. പിന്നീട് ആൻഡ്രാഡയെയും LA Knightനെയും ആക്രമിച്ച് ഷിൻസ്കെ നാക്കമോറയുടെ നേർക്ക് തിരിഞ്ഞ സോളസിക്കോവ, ജാക്കബ് ഫാറ്റു, ടാമ ടോങ്ക തുടങ്ങിയവരെ നോക്കി ഷിൻസ്കെ നാക്കമോറ ആ ഒരു റിങ് വിട്ടു പോകുന്ന രംഗമൊക്കെ അതിഗംഭീരമായിരുന്നു. ഷിൻസ്കെ നാക്കമോറയ്ക്ക് ഈ ബ്ലഡ് ലൈനുമായി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹമില്ല എന്നുള്ളത് കാണിച്ചു തന്നിട്ടാണ് നിലവിലെ US ചാമ്പ്യനായ ഷിൻസ്കെ നാക്കമോറ ആ റിങ് വിട്ട് പോകുന്നത്. പിന്നീട് ആൻഡ്രാഡയെയും LA Knightനെയും ആക്രമിച്ച സോളസിക്കോവയും ബ്ലഡ് ലൈൻ ഗ്രൂപ്പും സോളസിക്കോവ പിന്നീട് മൈക്കെടുത്തുകൊണ്ട് പറയുന്നത് താൻ ഇപ്പോഴും ട്രൈബൽ ചീഫാണ്, ഉലാഫാല തൻ്റെ കൈവശമാണ്, താൻ ഹെഡ് ഓഫ് ദ ടേബിളാണ്, തന്നെ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, താനൊരു തമാശയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്, താൻ ഇപ്പോഴും ടോപ്പിലാണ്, ബ്ലഡ് ലൈനെ ആർക്കും തകർക്കാൻ സാധിക്കില്ല, ബ്ലഡ് ലൈൻ അവരുടെ ശരീരമൊക്കെ കൊടുത്ത് പോരാടുന്നത് ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് ഇഞ്ചുറികളൊക്കെ പറ്റുന്നത്, ഇനി ആരെങ്കിലും ഞങ്ങളെ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഇതായിരിക്കും അവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് എക്നോളജി ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സോളസിക്കോവയുടെ ഒരു ഗംഭീര പ്രൊമോയും കാണിച്ചുകൊണ്ടാണ് സ്മാക്ഡൗണിൽ ബ്ലഡ് ലൈൻ്റെ ആ ഒരു റിംഗ് സെഗ്മെൻറ്റ് അവസാനിക്കുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ട മൊമെൻറ്റം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് LA Knightനെയും ആൻഡ്രാഡയെയും സോളസിക്കോവയും ബ്ലഡ് ലൈനും ആക്രമിക്കുന്നതായിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ബ്ലഡ് ലൈൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.